എന്ന് ഞാൻ കാണിച്ചു തരാം. കളിയാക്കുന്നോ? അയ്യടാ, അയ്യോ അയ്യോ. എന്താടി? ആഹാ, നിനക്ക് കടിക്കാൻ കിട്ടിയ ഒരാളെ. എന്തടിച്ചിരിക്കുന്നേ? ഭയങ്കര ധൈര്യശാലിയാണെന്ന് പറഞ്ഞിട്ട് ഒരു നീറ് കടിച്ചപ്പോ വിളിച്ച വിളി കേട്ടില്ലേ? മതി മതി, നീ നിന്റെ പണി നോക്ക്. ദേ അമ്മ വിളിക്കുന്നു. ആ, ഞാൻ പോക്കോളാം. ആ, അമ്മേ, തേങ്ങ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ തേങ്ങ ഇടുകയായിരുന്നു. തേങ്ങ ഇടുകയായിരുന്നു. ഓടിച്ചു തന്നെ പെമ്പിള്ളേരെ അടക്കൊതുക്കണം. അതൊന്നും പറഞ്ഞ പറ്റില്ല. തേങ്ങ ഇട്ടെ കാശിട്. ഈ പുട്ടുണ്ട് കടയിൽ കൊടുക്കണം. പുട്ടാ? പോട്ടെ. ഒരു ഗ്ലാസ് ചൂടുള്ള തന്നേട്ടാ. പിന്നെ അതിൽ ഇത്തിരി തേയിലയും സ്വപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തോ. പാല് വേണമെന്നില്ല. അത് ശരി. അതെ, കണ്ണി കണ്ണന് കടം കൊടുക്കാൻ എനിക്കിത് ചക്കാത്തിട്ടൊന്നല്ല. കൃഷ്ണ, നിനക്ക് മലയാളം അറിയില്ലേ? ഞാൻ സാക്ഷരതാ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. 5 രൂപ 35 പൈസ നീ എനിക്ക് തരാനുണ്ട്. അത് തരാതെ നിനക്ക് കടം തരേണ്ട പ്രശ്നമില്ല. ഇല്ലല്ലോ. ഇല്ല പറഞ്ഞേ. എന്നാ ഒരു ചായയും കൂടി തന്നിട്ട് 6 രൂപയായിട്ട് എഴുതിക്കും. ഇതാരാണെന്നറിയോ? എന്റെ മോളാ. ഞാൻ പകലില്ലാതെ ഗ്ലാസ് കഴിയും മേശ തുടച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശേ ആർക്ക് വേണ്ടെന്നറിയോ? എന്റെ മോൾക്ക് വേണ്ടിട്ടാ. മോളെ, ആ പുള്ളി പശുവിനെ മാറ്റി കെട്ടിക്കേ. ഓക്കേ. പശു പറ്റതാണോ? നീ പോടാ. പ്രായമായ പെൺപിള്ളേരെ കൊണ്ട് പശുവിന്റെ നല്ല ഒരു ജീവിയുടെയും കെട്ടഴിച്ച് പിടിക്കരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏത് ശാസ്ത്രം? ഭൂമിശാസ്ത്രം. അതിന്റെ പേരൊക്കെ ഇപ്പൊ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ. എടാ, ചായക്കട തുടങ്ങുന്നതിന് മുമ്പ് എന്റെ പണി എന്താണെന്ന് നിനക്കറിയോ? പൊന്നുതമ്പുരാന്റെ തൃക്കൈന്ന് വീരശങ്കര മേടിച്ചിട്ടുള്ളവനാ ഈ ഗാമഭാസ്കരൻ നായർ. ഗാമഭാസ്കരൻ നായരുടെ മകള് പുള്ളിപ്പശുവിനെ മാത്രല്ല, വേണ്ടി വന്ന മതമിളകിയ ആനയെ വരെ മാറ്റിക്കിട്ടും. എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടേ. അതാണ് അങ്ങേര് പറഞ്ഞു തന്ന അവസാനത്തെ കഥ. നീ എന്താ കേട്ടിട്ടുള്ളത്? ചട്ടമ്പിമാരായ 6 ആങ്ങളമാരെ അടിച്ച് നിലംപരിശാക്കി ഇട്ടിട്ടാണ് ഭാസ്കര ചേട്ടൻ ഭവാനി ചേച്ചിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്ന്. അതായത് ഇപ്പൊ പുള്ളിപ്പശുവിന്റെ കെട്ടേച്ച് വിടാൻ പോയ അമ്മിണിക്കുട്ടിയുടെ അമ്മയെ ഞാൻ പോട്ടെ. നീ അങ്ങനെ പോണ്ട. പഴോ കാപ്പിയോ ചായയോ പപ്പടോ ഒക്കെ കഴിച്ചിട്ട് പോയാ മതി. എന്തൊരു നെഞ്ചേര്. നിങ്ങളും നോക്ക്. ഗാമ ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ അക്കാലത്ത് വെള്ളക്കാരായ ഗുസ്തിക്കാർ വരെ വിറയ്ക്കും. നീഗ്രോകള് നടുങ്ങും, അറബികൾ കിടുങ്ങും. ഇതായട്ടെ, ആവശ്യത്തിന് ഇതിലുണ്ട്, കഴിച്ചോ. പഴം തലയിലുണ്ട്. തലയിലോ? മേലെ. ആ പൊങ്കമ്മാസ് കട തുടങ്ങിയ എന്റെ സിഗ്നലാ. ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്ന ഒരുത്തൻ. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. ഇതുപോലെ ഇന്നലത്തെ ചട്നി ഇരിപ്പുണ്ട്, കുറച്ച് ഒഴിക്കട്ടെ ഞാൻ. പുട്ടിന് ചട്നി ഒന്നും വേണ്ടേ ചേട്ടെ? ഒന്ന് പോയാട്ടെ, ഞാനൊന്ന് കഴിച്ചോട്ടെ. ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാടെടുക്കേണ്ട ലക്ഷണം. 1 2 3 4 5 6 പണ്ടാരടക്കി. എന്തൊരു നാറ്റം! സഹിക്കാൻ വേണം. എന്തൊരു നാറ്റം! അല്ല, യക്ഷം മറ്റതിന് പോയോ? നിസകരിസ എടാ എലി, എടാ മൂഷിക, എടാ ഗണപതി വാഹന, എന്റെ പഴം തിന്നു നിന്ന് നിന്റെ ആമാശം പൊട്ടി. അല്ലടാ എന്ത് തെമ്മാടത്തിലാണ് കാണിച്ചത്? എലി മൂഷിക, ഞാൻ എലിയെ എടുത്ത് എറിഞ്ഞപ്പോഴാണ് റപ്പായി മാപ്പിള പുലിയെ പോലെ ഇങ്ങോട്ട് വരുന്നത്. റപ്പായി മാപ്പിള, ഞാൻ ആനയെ ഒന്നും എടുത്തെറിഞ്ഞില്ലല്ലോ. ചേച്ചി അല്ല ചേച്ചി. ചിരിക്കാതെ കുറെ കാശ് കിട്ടിയതിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. അതൊക്കെ വേണോ? ഈ എലിയുടെ ഏറ് കൊള്ളുന്നത് ഭയങ്കര ഭാഗ്യമാണെന്ന ബോംബെയിലുള്ളവരുടെ വിശ്വാസം. കാരണം അവൻ ഗണപതിയുടെ വാഹനമാണല്ലോ. അതങ്ങ് ബോംബെയില്, ഇവിടെ വേണ്ട.
നീ വാടക കാശിങ് എടുക്ക്. അത് ഞാൻ കൊടുക്കേണ്ടവരെടുത്ത് കൊടുത്തോളാം. ഇനി മുതൽ നിന്റെ കയ്യിൽ നിന്ന് വാടക വാങ്ങാൻ മഹേശ്വരൻ പിള്ള എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനെന്താ തരാലോ? അതാരാ പോകുന്നത്? നമ്മുടെ അമൃതം പൊന്നമ്മയല്ലേ? അതാ നോക്ക്. എവിടെ? ആഹാ, പഴക്കിന് പോയോ? ആ, എന്നാലും വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അനന്താ, ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചോ? വളച്ചോ വളച്ചോ വളച്ചോ. കാലൂത്തിരിക്കല്ലേ. പൊക്കോ പൊക്കോ പൊക്കോ. ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കണ്ട, ബ്രേക്ക് ഇല്ല. അത് ഇളക്കി മാറ്റി പഠിക്കും. അയ്യോ. വളച്ചോ 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 വളച്ചോ. മുണ്ടെടുത്ത് കൊടുക്കും. അയ്യേ. വളച്ചോ വളച്ചോ. പാൽക്കുപ്പിക്ക് വല്ലതും പറ്റുമോ അമ്മണിക്കുട്ടിയെ? അല്ല, ഇതിപ്പോ അമ്മിണിക്കുട്ടിയുടെ ദേഹത്ത് തന്നെ ഇടിച്ചത് നന്നായി. അന്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായനെ കഥ? കഥ എന്താകാൻ? എഴുന്നേറ്റ് നമ്മുടെ കഥ കഴിക്കും. എന്താ എന്താ അമ്മേ, അമ്മണിക്കുട്ടി വെള്ളവുമായിട്ട് പാലുമായിട്ട് വന്ന് സൈക്കിളിൽ ഇടിച്ചു. മനപ്പൂർവ്വം എന്നെ കൊണ്ട് ഇടിച്ചതാണമ്മേ. ഇത് കണ്ടോ, പാല് പകുതിയും കളഞ്ഞു. അല്ലെങ്കിലും പകുതി പാലും പകുതി വെള്ളവുമാ. എന്നാലേ നാളെ വന്ന് വേറെ എവിടെയെങ്കിലും വാങ്ങിച്ചാ മതി. അവൻ തമാശ പറഞ്ഞതല്ലേ മോളെ. മൂക്ക് വല്ലതും പറ്റിയോ? ഇല്ലമ്മേ, തമാശ കുറച്ച് കൂടുന്നുണ്ട്. മോള് വാ. കൃഷ്ണ, വാ തുടങ്ങാം. ഇന്നിനി പഠിക്കണ്ട, ഗുരു ക്ഷീണിച്ചു. അനന്താ, ദാ വരുന്നമ്മേ. അമ്മ വിളിക്കുന്നു, പാല് കുടിക്കും. നന്നായിട്ട് വരട്ടെ. ആഹാ, ടൈപ്പ് പഠിക്കാൻ പോവാണല്ലേ? ഞാൻ അറിഞ്ഞു. ഈ വെയിലത്ത് ഒത്തിരി നടക്കണോടി. എന്നാലെന്താ, നല്ല ജോലി കിട്ടില്ലേ? ഇന്ന് പോരുമ്പോ എന്റെ പേരിന്ന് ടൈപ്പ് ചെയ്തോണ്ട് വരുവടി. അനന്തേട്ടന്റെ. അകത്താളുണ്ട് മനുഷ്യ, അവിടെ ഇരിക്കേ. സത്യം പറഞ്ഞ വൈദ്യര് കൈപുണ്യമുള്ളവനാ. കഴിഞ്ഞ 3 വർഷമായി എന്റെ മനസ്സിലെ വിഷമങ്ങൾ മാറ്റിത്തരുന്നത് വൈദ്യരുടെ മരുന്നാ. അവിടെ ഇരിക്കണം. വായ തുറക്കൂ. വായർക്കൂ. അടച്ചു. വേദനയുണ്ടോ? ഇവിടെ ഉണ്ടോ? യോ അമ്മേ, ഇവിടെയാ ഉള്ളത്. പോയി. ആര്? കരള് പോയി. അയ്യോ. ഒരു കാര്യം ചെയ്യ്, ഇനി ഈ മരുന്ന് വളരെ കുറച്ച് കഴിച്ചാ മതി കേട്ടോ. കുപ്പിയുണ്ടോ? ഇല്ല, ഇവിടെ വെച്ച് കുടിച്ചോട്ട് പോവാ. അപ്പോഴേ ഇവിടെ വെച്ചുള്ള കുടിയൊക്കെ നിർത്തണം. അവനവൻ കുപ്പി കൊണ്ടുവരണം കേട്ടോ. ഇതൊരൊറ്റ വരിക്ക് അങ്ങോട്ട് പിടിച്ചാട്ടെ. എങ്ങനെയുണ്ട്? ഇതാണ് കൈപ്പുണ്യം കൈപ്പുണ്യം എന്ന് പറഞ്ഞത്. അതെനിക്ക് സ്ഥലം കാര്യാക്ക്. നെക്സ്റ്റ്, അടുത്ത ആള് വാ. ഒരു സിഗരറ്റിന് തന്നെ. നമ്മളെ നമ്പൂരി മാഷുണ്ടോ അവിടെ? ഇല്ല. ഇതേത് മാഷക്ക? മാഷകല്ല, എനിക്ക് തന്നെ. നിസകരിസ മുതൽപ്പാലിന്റെ മണം മാറിയില്ലല്ലോടാ. അതിന് മുമ്പ് സിഗരറ്റോ? ഉറങ്ങിയോ? ഇല്ല. നീ ഉറങ്ങിയ? ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. ആരെ പറ്റി? നമ്മുടെ മോളെ പറ്റി തന്നെ. അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. നീ വിഷമിക്കാതെ. നമ്മുടെ മോളെ ഒന്നാന്തരൊരു തറവാട്ടിലേക്ക് ഞാൻ കെട്ടിക്കും. ഒക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നീ സമാധാനമായിട്ട് കിടന്നു ഉറങ്ങടി. ഉറക്കപ്പച്ചേനിടെ പറയാനുള്ളതല്ല. ഇനി നാളെ മറ്റോ ആവട്ടെ. കറവക്കാരൻ വെളുപ്പിനെ വന്ന് വിളിക്കും. ഉറങ്ങാം.